പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഒരു ലൈംഗിക തകരാറാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അഥവാ ED. ലൈംഗിക വേഴ്ചവേളയിൽ പുരുഷന്മാർക്ക് ഉദ്ധാരണ ശക്തി, എറക്ഷൻ ഉണ്ടാകുന്നതിനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതാണ് ഇതിന് കാരണം. ആദ്യമായി പുരുഷന്മാരുടെ ലൈംഗികതയുടെ ഫിസിയോളജിയെപ്പറ്റി അല്പം പറയാം. ലൈംഗിക വീഴ്ച നടക്കുവാൻ നമ്മുടെ തലച്ചോറ്, മനസ്സിലെ വികാരങ്ങൾ, ശരീരത്തിലെ രക്തത്തിലെ ഹാർമോൺസ്, ശരീരത്തിലെ നരമ്പുകൾ, പുരുഷലിംഗത്തിലെ മസിൽസ്, അവിടേക്കുള്ള രക്തധമനികൾ, ഇവയുടെ എല്ലാം ഏകോപിച്ചുള്ള പ്രവർത്തനം ആവശ്യമാണ്. ED മാനസിക കാരണങ്ങളാലോ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാലോ ഒക്കെ ഉണ്ടാകാം. എന്നാൽ ഇന്ന് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് പുരുഷന്മാരുടെ ലൈംഗിക ഉദ്ധാരണ ശക്തി നഷ്ടപ്പെടുന്നതിനുള്ള പ്രധാന കാരണമായ ഫിസിക്കൽ കോസസിനെ പറ്റിയാണ്. പുരുഷലിംഗത്തിൽ മൂത്ര കുഴലിന് സമാന്തരമായി മുകളിലൂടെ നീളത്തിലുള്ള സിലിണ്ടറിക്കൽ ആകൃതിയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. കോർപ്പസ് കാവർണോസ എന്ന് ഇതിനെ വിളിക്കുന്നു. ഇവ ഒരു സ്പോഞ്ച് പോലെയാണ് പ്രവർത്തിക്കുന്നത്. പുരുഷൻ മാനസികമായി ലൈംഗിക വീഴ്ചയ്ക്ക് തയ്യാറായി കഴിയുമ്പോൾ കോർപ്പസ് കാവർണോസയിലെ സ്മൂത്ത് മസിൽസ് റിലാക്സ് ചെയ്യുന്നു. ഈ സ്പോഞ്ചിനുള്ളിലേക്ക് രക്തധമനികളിലൂടെ രക്തം വന്ന് നിറയുന്നു, ഇറക്ഷൻ ഉണ്ടാകുന്നു. ഡയബറ്റിക് രോഗികളിൽ, ഹൈപ്പർ ടെൻസീവ് രോഗികളിൽ, അമിതമായി രക്തത്തിൽ കൊളസ്ട്രോൾ ഉള്ളവരിൽ, അല്ലെങ്കിൽ അമിതമായി വണ്ണമുള്ളവരിൽ, ഇവരിലൊക്കെ ഈ സ്പോഞ്ചിലൂടെ രക്തധമനികളിലൂടെ രക്തം വന്ന് വേണ്ടത്ര എത്തുന്നില്ല. തന്മൂലം എറക്ഷൻ വേണ്ട വിധം ഉണ്ടാകുന്നില്ല. അമിതമായ മദ്യപാനത്തിലും ഇത് തന്നെ സംഭവിക്കാം. ആൽക്കഹോൾ പ്രിവോക്സ് ദ ഡിസയർ ബട്ട് ടേക്സ് അവേ ദ പെർഫോമൻസ് എന്ന ആംഗല ഭാഷയിലെ ചൊല്ലിൻ്റെ കാരണവും ഇത് തന്നെയാണ്. പല മരുന്നുകളും EDക്ക് കാരണമാകാം. ഹൈ ബ്ലഡ് പ്രഷറിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, ട്രാങ്കുലൈസേഴ്സ്, സ്ലീപ്പിംഗ് പിൽസ്, പെപ്റ്റിക് അൾസറിന് ഉപയോഗിക്കുന്ന സാൻഡാക്ക് തുടങ്ങിയുള്ള മരുന്നുകൾ, ഇവയെല്ലാം പുരുഷലിംഗത്തിലെ കോർപ്പസ് കാവർണോസയിലായിട്ടുള്ള രക്തപ്രവാഹം കുറയ്ക്കാം. അതുകൊണ്ട് എറക്ടൈൽ ഡിസ്ഫങ്ഷന് രോഗികൾക്ക് മരുന്ന് നൽകുന്നതിന് മുമ്പ് അവർ ഇത്തരം മരുന്നുകൾ ഏതെങ്കിലും കഴിക്കുന്നുണ്ടോ എന്ന് ഡോക്ടർ ആരായണം. ഉണ്ടെങ്കിൽ ഇത്തരം മരുന്നുകൾ നിർത്തിയിട്ട് പകരം മറ്റു മരുന്നുകൾ നൽകണം. ബ്ലഡ് പ്രഷറും ഡയബറ്റീസും കൊളസ്ട്രോളുമെല്ലാം ശരിയായ വിധത്തിൽ ചികിത്സിച്ച് നോർമലാക്കണം. മദ്യപാനവും പുകവലിയും അമിതമായ വണ്ണവും നിയന്ത്രിക്കണം. എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യണം. ഇതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാകുന്നില്ല എങ്കിൽ എറക്ഷന് സാധിക്കുന്ന മരുന്നുകളെപ്പറ്റി ചിന്തിക്കണം. 1998 വയഗ്ര എന്ന മരുന്ന് ആദ്യമായി പുറത്തിറങ്ങുന്നത്. അതിനുശേഷം ലെവിട്രായും സിയാലിസും അങ്ങനെ 2 മരുന്നുകൾ കൂടി ഡോക്ടർമാരുടെ കൈവശമെത്തി. ഇന്ന് വയഗ്രയെപ്പറ്റിയും ലെവിട്രയെപ്പറ്റിയും സിയാലിസിനെ പറ്റിയുമുള്ള പരസ്യങ്ങൾ ടെലിവിഷനിലൂടെ അവസരത്തിലും അനവസരത്തിലും എല്ലാ മണിക്കൂറുകളിലും നമ്മുടെ വീട്ടിലെ ലിവിങ് റൂമുകളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഈ മരുന്നുകളെപ്പറ്റി പല ധാരണകളും ധാരണ പിശകുകളും സാധാരണക്കാരുടെ മനസ്സിൽ ധാരാളമായി കടന്നുകൂടാറുണ്ട്. ആദ്യമായി ഓർത്തിരിക്കേണ്ടത്, ഈ മരുന്നുകൾ ഒന്നും തന്നെ മാനസികമായി ലൈംഗിക ഉത്തേജനം നൽകുന്ന അംഫോറഡിസിയാക്സ് അല്ല. വീണ്ടും പറയട്ടെ, ഈ മരുന്നുകളൊന്നും തന്നെ മാനസികമായി ലൈംഗിക ഉത്തേജനം നൽകുന്നതല്ല. മാനസികമായി ലൈംഗിക ഉത്തേജനം ഉണ്ടായിക്കഴിയുന്ന അവസരത്തിൽ മാത്രം കൂടുതൽ രക്തപ്രവാഹം പുരുഷലിംഗത്തിലെത്തിച്ച് ഉദ്ധാരണ ശക്തി വർദ്ധിപ്പിക്കുവാൻ മാത്രമേ ഈ മരുന്നുകൾക്ക് കഴിയൂ. ഈ 3 മരുന്നുകളും
ഫോസ്ഫോഡൈ എസ്റ്ററൈസ് ഇൻഹിബിറ്റേഴ്സ് PDE എന്ന ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകളാണ്. രക്തത്തിലുള്ള നൈട്രിക് ഓക്സൈഡ് എന്ന കെമിക്കലിൻ്റെ ആനുപാതികമായ അളവ് വർദ്ധിപ്പിച്ച് അത് പുരുഷലിംഗത്തിലെ കോർപ്പസ് കാവർണോസയിലെ സ്മൂത്ത് മസിൽസ് റിലാക്സ് ചെയ്യിച്ച് തന്മൂലം കൂടുതൽ രക്തം പ്രവഹിപ്പിക്കുകയാണ് ഈ മരുന്നുകൾ ചെയ്യുന്നത്. കഴിഞ്ഞ 9 വർഷത്തെ ഉപയോഗത്തിൽ നിന്ന് ഈ മരുന്നുകൾ പൊതുവെ താരതമ്യേന വലിയ അപകടം ഇല്ലാത്ത സേഫായിട്ടുള്ള മരുന്നുകളാണ്. എന്നാൽ ഹൃദ്രോഗത്തിന് നൈട്രോഗ്ലിസൻ ഉപയോഗിക്കുന്നവരും ബ്ലഡ് പ്രഷറിനോ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റിനോ ആൽഫ ബ്ലോക്കർ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾ ഉപയോഗിക്കുന്നവരും ഈ മരുന്ന് ഉപയോഗിക്കരുത്. മറ്റു പല അപൂർവമായ സൈഡ് എഫക്ട്സും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരവും നിരീക്ഷണത്തിലും മാത്രമേ ഈ മരുന്നുകൾ കഴിക്കാവൂ. ഡയബറ്റിക് രോഗികളിൽ, പ്രത്യേകിച്ച് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഡയബറ്റിക് രോഗികളിൽ 35% ആളുകൾക്ക് ഇറക്റ്റീവ് ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നുവെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അതുകൊണ്ട് ഈ മരുന്നുകൾ ഏറ്റവും പ്രയോജനപ്പെടുന്നത് ഡയബറ്റിക് രോഗികളിലാണ്. പൊതുജനങ്ങളുടെ ഇടയിലെ ധാരണ പോലെ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ പ്രായമാകുന്നതിനനുസരിച്ച് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. മാത്രമല്ല, മിക്കവാറും എല്ലാ ഇറക്റ്റീവ് ഡിസ്ഫങ്ഷനും തന്നെ ഇന്ന് ഏത് പ്രായത്തിലും ഫലപ്രദമായിട്ട് ചികിത്സിക്കുന്നതിന് സാധിക്കും. എങ്കിലും പ്രായം ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വ്യത്യാസപ്പെടുത്തുന്ന പോലെ ലൈംഗികതയിലും ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങളെപ്പറ്റി നമ്മൾ ബോധവാന്മാരായിരിക്കണം. എൻ്റെ സഹപ്രവർത്തകനായ ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ 75 വയസ്സുള്ള ഒരു ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ രോഗിയുടെ കഥ പറഞ്ഞതോർക്കുന്നു. രോഗിയെ പരിശോധിച്ച ശേഷം EDക്കുള്ള മരുന്നുകൾ അദ്ദേഹം കൊടുത്തു. എന്നാൽ ഈ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ്റെ മരുന്നുകളുടെ അമിതമായ വിലയും ഒരു സീനിയർ സിറ്റിസൻ്റെ പരിമിതമായ വരുമാനവും കണക്കിലെടുത്ത് ഡോക്ടർ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൽ നിന്ന് ലഭിച്ചിരുന്ന 4 ഗുളികകൾ നമ്മുടെ 75 വയസ്സുകാരന് സൗജന്യമായി നൽകി. ദിവസം 1 ഗുളികയിൽ കൂടാതെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. എന്നാൽ പിറ്റേ ദിവസം തന്നെ നമ്മുടെ 75 വയസ്സുകാരൻ കംപ്ലൈൻറ്റുമായി ഡോക്ടറുടെ ഓഫീസിൽ വീണ്ടും എത്തി. ദിവസം 1 ഗുളികയിൽ കൂടുതൽ കഴിക്കരുതെന്ന ഉപദേശം ഈ സീനിയർ സിറ്റിസൺ എന്തുകൊണ്ടോ സൗകര്യമായി മറന്നുപോയെന്ന് തോന്നുന്നു. അയാൾ ഡോക്ടറോട് പറഞ്ഞു, അങ്ങ് ഇന്നലെ നൽകിയിരുന്ന 4 ഗുളികകളും ഓരോ ഗുളിക വീതം 2 മണിക്കൂർ ഇടവിട്ട് കഴിഞ്ഞ രാത്രി തന്നെ ഞാൻ കഴിച്ചു. എന്നാൽ അതിൽ ആദ്യത്തെ 3 എണ്ണം മാത്രമേ വർക്ക് ചെയ്തു. 4ാമത്തെ ഗുളിക കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്ന്. ഹേ സീനിയർ സിറ്റിസൺ, നിങ്ങളുടെ പ്രായത്തോടും അല്പം ആദരവ് കാണിച്ച് അതിനും മാർജിൻ കൊടുക്കണമെന്ന് ഉപദേശിക്കാൻ മാത്രമേ നമ്മുടെ ഡോക്ടർക്ക് സാധിച്ചുള്ളൂ. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയിൽ ഇതേ സമയം വീണ്ടും കാണാം.